നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നവജാത ശിശുക്കളുടെ പരിചരണത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം SP ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ നിയോ നേറ്റോളജിസ്റ്റുമായ ഡോക്ടർ മൃണാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. എപ്പോഴും ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ചിലപ്പം കുറച്ച് ലോ ബർത്ത് വെയിറ്റ് ഉണ്ടാകുന്ന കുട്ടിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രീ ടേം ആയിട്ടുള്ള കുട്ടിയായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷനും വളരെ ചെറിയ പ്രശ്നങ്ങൾ കൂടിയാണെങ്കിലും ചിലപ്പം കുട്ടിയെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കുട്ടിക്ക് ചെറിയൊരു ജലദോഷം അല്ലെങ്കിൽ മൂക്കുന്ന് വെള്ളം വരുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇല്ലെങ്കിൽ കുട്ടി അസ്വാഭാവികമായിട്ട് കുറച്ച് നേരം കരയുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പീഡിയാട്രീഷ്യനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പേരൻസിനെ കുറിച്ച്. നിയോ നേറ്റോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ന്യൂ ബോൺ ബേബി കെയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ന്യൂ ബോൺ നോർമലായിട്ടുണ്ടെങ്കിൽ ആ ന്യൂ ബോണിന് പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കാനായിട്ട് പല റിഫ്ലെക്സസും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്നാലും പോലും അവർക്ക് നമ്മളെ സൈഡിൽ നിന്ന്, അച്ഛനും അമ്മയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അസുഖം കൂടുക എന്ന് വെച്ചാൽ ചിലപ്പം അവർ റെസ്പോണ്ട് ചെയ്യാതെ, ഉറക്കമല്ല അല്ലാതെ റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന, അല്ലെങ്കിൽ ചിലപ്പം സീഷ്യറായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പം വളരെ ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ട് വരാം, ഓക്സിജൻ്റെ ആവശ്യം ഉണ്ടാവാം. അങ്ങനെ അസുഖം ഒത്തിരി വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ഡേഞ്ചർ സൈൻസ് ഇപ്പം പേരൻസിന് അറിയാമെങ്കിൽ ആ ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ കുട്ടികളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഡേഞ്ചർ സൈൻ. ബേബി ആക്റ്റീവ് അല്ല, ബേബി ഫീഡ് ചെയ്യുന്നില്ല, സീഷ്യറുണ്ട്, ഫാസ്റ്റ് ബ്രീത്തിങ് ഉണ്ട്, ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക, വയറ് ടൈറ്റായിട്ട് വലുതായിട്ടിരിക്കുകയാണ്, ഒത്തിരി പ്രാവശ്യം ഛർദ്ദിക്കുന്നുണ്ട്, 2 കൂടുതൽ പ്രാവശ്യം ഛർദ്ദിക്കുന്നുണ്ട്, മൂത്രം ഒഴിക്കുന്നില്ല, 6 മണിക്കൂറായിട്ട് മൂത്രം ഒഴിക്കുന്നില്ല, പിന്നെ ജോണ്ടിസ്, മഞ്ഞ നിറം കയ്യിലും കാലിലും, മഞ്ഞൾ പുരട്ടിയിട്ടല്ല അല്ലാതെ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ അവർക്ക് ജോണ്ടിസ് കൂടുതലാണ്. ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. അല്ലെങ്കിൽ ജനിച്ച ഉടൻ തന്നെയുള്ള കെയർ ഞാൻ പറയാം. ജനിച്ച ഉടൻ തന്നെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന്, ശ്വാസകോശം മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സ്ഥിതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബേബി സ്വയം ശ്വസിക്കണം. അപ്പോഴേ ആ ശ്വാസകോശം എയർ കൊണ്ട് നിറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് ചിലപ്പം ശ്വാസം മുട്ട് വരാം. അത് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. മിക്കവാറും ശ്വാസം മുട്ട് വരാറില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയുടെ പാല് കിട്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പറയുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്, അതായത് അമ്മയുടെ തൊലിയും ബേബിയുടെ തൊലിയും ബെയർ ചെയ്തിട്ട് തുണിയൊന്നും ഇല്ലാതെ ചെസ്റ്റിലോട്ട് വയ്ക്കുക, ബേബിയെ ചെസ്റ്റിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് അമ്മയ്ക്ക് കൂടുതൽ പാലുണ്ടാകും. അമ്മയുടെ പാലെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് പ്രതിരോധ കുത്തിവയ്പ്പ് പോലെയാണ്. ആ ഒരു പ്രതിരോധ ശക്തി കുട്ടിക്ക് കിട്ടുന്നു, ന്യൂട്രീഷൻ കിട്ടുന്നു, കുട്ടിക്കൊരു പ്രത്യേക ശക്തി കിട്ടുന്നു. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് സാധാരണ ചെയ്യുന്നത് വെച്ചാൽ വിറ്റാമിൻ K എന്നുള്ളൊരു വിറ്റാമിൻ ബേബിക്ക് കൊടുക്കും. ഈ വിറ്റാമിൻ അമ്മയുടെ പാലിൽ കുറവാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ ബേബിക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അതുകൊണ്ടാണ് വിറ്റാമിൻ കൊടുക്കുന്നത്. ബേബിക്ക് ടെമ്പറേച്ചർ കൺട്രോൾ, സ്വയം ബേബിയുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ബേബിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേബിയുടെ കവർ ചെയ്ത് വയ്ക്കും, തല, കൈ, കാലെല്ലാം കവർ ചെയ്ത് വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഫീഡ് കൊടുക്കുമ്പോഴൊക്കെ ബേബിയുടെ അമ്മ, കുട്ടിയുടെ അമ്മ ബേബിയുടെ കൈ, കാല് തൊട്ട് നോക്കണം, തണുക്കുന്നുണ്ടോ ഇല്ല. ചെറിയ ചൂട് എപ്പോഴും ആവശ്യമാണ്. അതേപോലെ കുട്ടിയെ തൊടുന്നതിന് മുമ്പേ കുട്ടിയെ നോക്കുന്നവർ, അമ്മയായാലും മറ്റുള്ളവരായാലും, സോപ്പും വെള്ളം വെച്ച് കൈ കഴുകിയിട്ട് വേണം കുട്ടി തൊടാൻ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കെയർ, ബേബിക്ക് കിട്ടേണ്ട കെയർ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ പ്രീ ടേം ആവുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസിൽ ഇത് അബ്നോർമൽ ആണെങ്കിൽ കൂടിയും ഇപ്പോൾ 2 വീക്സോ 3 വീക്സോ ഒക്കെ. അപ്പോൾ എത്ര മുമ്പ് വരെ ഒരു പ്രീ ടേം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാം ഒരു നിയോനേറ്റോളജിസ്റ്റ് എന്നുള്ള നിലയിൽ? ഒരു ഹെൽത്തി ബേബി കിട്ടണമെങ്കിൽ എത്ര പ്രീ ടൈം വരെ നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുവരാൻ പറ്റുന്ന, എത്രത്തോളം ആ ഒരു പ്രീ ടൈം ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയാം? പ്രീ ടേം എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി 40 ആഴ്ച വരെ ഉണ്ടല്ലോ, 37 ആഴ്ചയ്ക്ക് മുമ്പ് ഉള്ള ജനനത്തിനാണ് പ്രീ ടേം ഡെലിവറി എന്ന് പറയുന്നത്, പ്രീ ടേം ജനനം എന്ന് പറയുന്നത്. അതിൽ തന്നെ 34 മുതൽ 37 ആഴ്ചയ്ക്കുള്ളിലാണ് ബേബി ജനിച്ചിട്ടുണ്ടെങ്കിൽ
അത് വളരെ കോമൺ ആയിട്ട് അത് നോർമലായിട്ട് തന്നെ പോകും. 34 ആഴ്ചയ്ക്ക് താഴെയുള്ള കുട്ടിക്ക് ചിലപ്പം കൂടുതൽ പ്രശ്നങ്ങൾ വരാം. 28 ആഴ്ചയ്ക്ക് താഴെയാണെങ്കിൽ ബേബിക്ക് കുറേ നാൾ ICUവിൽ കിടക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടി, ഈ 28 ആഴ്ചയ്ക്കുള്ള താഴെയുള്ള കുട്ടിക്കാണ് കൂടുതൽ സാധ്യത ബ്രെയിനിൻ്റെ വികസനത്തിന് കുറവോ അല്ലെങ്കിൽ ഐയുടെ പ്രോബ്ലം വരാനും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്ക് ROP എന്ന് പറയും, റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂരിറ്റി, അതിന് സ്ക്രീൻ ചെയ്യേണ്ടി വരും. പിന്നെ ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. മിക്കവാറും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, സാധാരണഗതിയിൽ ഒരു നിയോനേറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനൊക്കെ ഈ കുട്ടി ആദ്യമായിട്ട് നോക്കാറുണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഡിഫോമിറ്റീസ് എന്തെങ്കിലും? തീർച്ചയായും ഒരു പീഡിയാട്രീഷ്യന് ജനിക്കുന്ന ആ സമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തിയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ബേബിക്ക് അവിടെ ഒരു ട്രാൻസിഷനാണ്. ബേബി ശ്വാസം കിട്ടാതെ പോകാൻ പറ്റും. അപ്പം ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് ശ്വാസം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡിഫോമിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെ ഡിഫോമിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പരിശോധനകളാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കുട്ടി പുറത്ത് വരുമ്പോൾ നമ്മൾ നോക്കുക? എക്സ്റ്റേണലായിട്ടും അതേ കണക്ക് ഇൻറ്റേർണലായിട്ടും ഏതെങ്കിലുമൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ഉടൻ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുട്ടി ജനിച്ച ഉടൻ തന്നെ പീഡിയാട്രിഷ്യൻസ് പൊതുവേ ചെയ്യുന്നത് ബേബിയുടെ വെയിറ്റ് എടുക്കും. ബേബിയുടെ വെയിറ്റ് എടുത്തിട്ട് എത്രയാണ് വെയിറ്റ്, 2.5 മുകളിലാണ് നമ്മൾ നോർമൽ വെയിറ്റ്, താഴെ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയും. ലോ ബർത്ത് വെയിറ്റ് കുട്ടിക്ക് പ്രത്യേക തരം പ്രോബ്ലംസാണ്. 2.5 മുകളിലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ബേബിക്ക് എന്തെങ്കിലും കൺജനിറ്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് നോക്കും. കൺജനിറ്റൽ എന്ന് വെച്ചാൽ ജന്മസമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, സ്ട്രക്ചറലായിട്ട് എന്തെങ്കിലും ബേബിയുടെ ബോഡി സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, ഡിഫോമിറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. പ്രത്യേകിച്ച് മധ്യഭാഗത്ത്. അപ്പം ബേബിക്ക് ക്ലെഫ്റ്റ് ലിപ്പ്, ചുണ്ടുകൾ ജോയിൻ ചെയ്യാത്തൊരു സ്ഥിതി, ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയും. ക്ലെഫ്റ്റ് പാലറ്റ്, അപ്പോൾ അണ്ണാക്ക് ജോയിൻ ചെയ്യാത്ത സ്ഥിതി വരാം. ചിലപ്പം ഡിഫക്റ്റ് എൻസെഫലോ മലേഷ്യ, പിന്നെ എൻസെഫലോസീല്, മെനിഞ്ചോസീല്. അപ്പം ഇതെല്ലാം സ്പൈനൽ കോഡിൻ്റെ ഡിഫക്റ്റുകളാണ്. ചിലപ്പം ബേബിക്ക് ഏനസ് ഉണ്ടാവില്ല, മലം പോകുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ബേബിയുടെ ലൈഫിന് തന്നെ ത്രെട്ടാണ്. അപ്പം ആ ഒരു സംഭവങ്ങൾ നമ്മൾ പീഡിയാട്രിഷ്യൻസ് സ്ക്രീൻ ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ അപ്പോൾ തന്നെ ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ട് നാളിൽ ചെയ്തിട്ടില്ലാത്ത ഒരു ടെസ്റ്റ്, അതായത് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും ചെയ്തു തുടങ്ങി. ഈവൻ ഗവൺമെൻറ് സെക്ടറിൽ പോലും അത് ചെയ്തു തുടങ്ങി. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുക? അപ്പം തൈറോയിഡിൻ്റെ കുറവിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രെയിനിനെ ബാധിക്കും. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കും, എത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും, അത്രയും നല്ല ബ്രെയിൻ ആയിരിക്കും ആ കുട്ടിക്ക് പിന്നീട് ഉണ്ടാകുന്നത്. ബുദ്ധിശക്തി ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് സാധാരണ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും? ഈ ബ്ലഡ് ടെസ്റ്റിൽ ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. പ്രത്യേകിച്ച് അമ്മയ്ക്ക് RH ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ O പോസിറ്റീവ് ആണെങ്കിൽ ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് ഇൻകോമ്പാറ്റബിലിറ്റി വന്നിട്ട് ബേബിക്ക് ജോണ്ടിസ് വരാം. അപ്പം ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. പിന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ നോക്കും. പിന്നെ കുറേ ജന്മസമയത്തുള്ള പ്രശ്നങ്ങൾ, മെറ്റബോളിക് പ്രോബ്ലംസ് പറയും, അതിൻ്റെ സ്ക്രീനിങ് 300ഓളം അസുഖങ്ങളുടെ സ്ക്രീനിങ്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എല്ലാ ഹോസ്പിറ്റൽസും ഇല്ല. ചില ഹോസ്പിറ്റൽസ് അങ്ങനൊരു സർവീസ് തരുന്നുണ്ട്. തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് മഞ്ഞ കാണുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് തന്നെ ആൾക്കാർ വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ പോകുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മഞ്ഞ കാണുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണോ കുട്ടിക്ക് മഞ്ഞ ഉണ്ടാകുന്നത്? അപ്പോൾ എത്ര ദിവസം വരെ മഞ്ഞ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം? നമ്മൾ മഞ്ഞ കിട്ടുന്ന ആൾക്കാർ പറയാറുണ്ട് വെളിയിൽ കൊണ്ട് വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞ കുറയുമെന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് നേരത്തെ കൂട്ടി വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അമ്മ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് മഞ്ഞ ഉണ്ടായതെന്നുള്ള രീതിയിലും സംസാരമുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ട്? അങ്ങനെ അതിൽ വാസ്തവമില്ല. അമ്മ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് കുട്ടിക്ക് മഞ്ഞ ഉണ്ടാകുന്നത്. എന്നാലും മഞ്ഞ ഉണ്ടാകുന്ന ഏകദേശം 60% കുട്ടികൾക്കും മഞ്ഞ ഉണ്ടാവും ജനിക്കുന്ന സമയത്ത്. അടുത്തൊരു 3-4 ദിവസത്തിലാണ് അത് ഉണ്ടാകുന്നത്. പിന്നെ പ്രീ ടേംസ് ആണെങ്കിൽ കൂടുതൽ സാധ്യതയാണ്, 80% കുട്ടികൾക്കും ഉണ്ടാവാം. അപ്പോൾ മഞ്ഞ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് ഒത്തിരി കൂടിയാൽ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിന് ചികിത്സ എന്ന് വെച്ചാൽ ലൈറ്റ് കൊടുക്കുക എന്നുള്ള, ബ്ലൂ ലൈറ്റ് കൊടുക്കുക, അതിനെ ഫോട്ടോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ ആണെങ്കിൽ കൂടുതൽ തണുത്ത സമയമായിരിക്കും, കുട്ടി തണുത്തു പോകും.
ഉച്ചയാണെങ്കിൽ കൂടുതൽ ചൂടുള്ള സമയമായിരിക്കും കുട്ടിക്ക് ബേൺസ് വരാം. അപ്പോൾ ഒരു 11 മണി 3 മണി ആ സമയത്തായിരിക്കും ടെമ്പറേച്ചർ ഏകദേശം ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ കുട്ടിക്ക് കൂടുതൽ മഞ്ഞ ഉണ്ടെങ്കിൽ നമുക്ക് 11 മണിയും പിന്നെ 3 മണിക്കും ലൈറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ ലൈറ്റ് കൊടുക്കണമെങ്കിൽ അത് ഫോട്ടോതെറാപ്പി ലൈറ്റ് നമുക്ക് റൂമിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഒത്തിരി മഞ്ഞ കൂടുതൽ ഉണ്ടെങ്കിൽ അതായത് ഒരു 17 നമ്മൾ പറയുന്ന 17 mg/dL അങ്ങനെയാണെങ്കിൽ ബേബിക്ക് സോഫ്റ്റായിട്ട് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ADHD അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാമെന്ന് പറയുന്നത്. 25 മുകളിലാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട്, മസിൽ മൂവ്മെൻറ്റിനൊക്കെ പ്രശ്നം വരാം, ലൈഫിന് തന്നെ പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, കുട്ടിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബേബിയുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് വേറെ ബ്ലഡ് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബിൽറുബിനെ കൺട്രോൾ ചെയ്യും. ലൈറ്റിൻ്റെ എണ്ണം കൂട്ടും, നമ്മൾ അടിയിൽ നിന്നും ബേബിയുടെ ബോഡിയുടെ അടിയിൽ നിന്നും മോളിൽ നിന്നും ലൈറ്റ് കൊടുക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരാൻ താഴോട്ട് കൊണ്ടുവരാൻ നോക്കും. അല്ലാതെ പൊതുവേ ബേബിക്ക് മഞ്ഞ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ലെവൽ വരെ അത് കുഴപ്പമൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയെ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ചെറിയ മഞ്ഞ ഉണ്ടെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ടോ? വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വെയിൽ കൊള്ളിക്കാം, പക്ഷേ അതിനൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, ബേൺസ് വരാം, തണുത്തു പോകാം കുട്ടി. അപ്പോൾ 11 മണി ആ ഒരു 3 മണി ആ സമയത്ത് വേണമെങ്കിൽ കൊള്ളിക്കാം, പക്ഷേ അതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ന്യൂ ബോണിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇതിൻ്റെ വാക്സിനേഷനെ കുറിച്ചാണ്. അപ്പോൾ ന്യൂ ബോൺസിന് നമ്മൾ എന്തൊക്കെ വാക്സിൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇപ്പം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട വാക്സിൻസ്? വാക്സിൻസ്, പ്രതിരോധ കുത്തിവയ്പ്പ്, നമ്മൾ ഒരു അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുത്തിവയ്ക്കുന്നത്. പ്രധാനമായിട്ടും BCG ട്യൂബർക്ലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്സിൻ, OPV പോളിയോനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ലിവർ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ അസുഖം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. അപ്പോൾ ഈ 3 വാക്സിനാണ് ജനിച്ച് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ കൊടുക്കുന്നത്. അതൊരു വിതിൻ 1 വീക്ക് നമ്മൾ കൊടുത്തിരിക്കണം. സാർ, ഈ ന്യൂ ബോൺ ബേബിയെ കുറിച്ച് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികളെ കയ്യിലെടുക്കാനായിട്ട് പലർക്കും പേടിയാണ്. പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ അമ്മയല്ലാതെ അല്ലെങ്കിൽ അമ്മയോ അല്ലാതെ വേറെ ആരും എടുക്കാൻ പോലും അവർ സമ്മതിക്കില്ല. അപ്പോൾ ന്യൂ ബോൺ ബേബിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? ന്യൂ ബോൺ ബേബിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എടുക്കുന്ന ആൾ കൈ സോപ്പും വെള്ളം വെച്ച് കഴുകണം. കൈയുടെ വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നഖം പാടില്ല, നഖമെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെക്കണം. അവരുടെ സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റാണ്, സ്കിൻ ഇഞ്ചുറി ഉണ്ടാവുക. ബേബി എടുക്കുമ്പോൾ ബേബിയുടെ കഴുത്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, കഴുത്തും ഷോൾഡറും. കാരണം കഴുത്ത് വളരെ വീക്കാണ്. ആദ്യത്തെ ഒരു 5 മാസം അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ബേബിയെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല, വളരെ ജെൻറ്റിലായിട്ട്. അതേപോലെ നമ്മളെ സംസാരവും വളരെ ജെൻറ്റിലായിരിക്കണം. ഭയങ്കര ബ്രൈറ്റ് ലൈറ്റൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ്ലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് തോളത്തിട്ട് തട്ടാറുണ്ട്, ബർപ്പ് ചെയ്യാറുണ്ട്. ചില കുട്ടികളാണെങ്കിൽ മിക്കവാറും എല്ലാ കുട്ടികളും ഫീഡ് ചെയ്തതിന് ശേഷം ചില സമയത്ത് കുറച്ച് ഛർദ്ദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ടുള്ള പ്രതിഭാസങ്ങളാണോ, അതോ നമ്മൾ എല്ലാ പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോഴും ഈ തോളത്തിട്ട് തട്ടുന്നത് നമ്മൾ ചെയ്യണോ? തോളത്തിട്ട് തട്ടുന്നത് ശരി. തോളത്തിട്ട് വയലൻ്റായിട്ട് തട്ടുന്നത് തെറ്റാണ്. ഫീഡ് ചെയ്തിട്ട് ബേബിയുടെ വയറ്റിൽ കുറച്ച് ഗ്യാസ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് അത് കാരണം ഡിസ്കംഫേർട്ട്, ഇക്കിള് വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ബേബിയെ വെർട്ടിക്കലായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ തലോടിയാലും മതി, തട്ടുന്നതിന് പകരം. പിന്നെ ചെറുതായിട്ട് ജെൻറ്റലായിട്ട് തട്ടുകയും ചെയ്യാം. അപ്പോൾ അതോടെ ബേബിയുടെ ഗ്യാസ് റിലീസാകുമ്പോൾ ബേബിക്ക് കരച്ചിലൊക്കെ കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ രണ്ടാമതാണ് ചോദിച്ചത്. ചില ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ, ചെറിയ കുട്ടികൾ ഇതുപോലെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊന്ന് ഛർദ്ദിക്കാറുണ്ട്. ചെറുതായിട്ട് ഈ പുറത്ത് വരുന്ന ഛർദ്ദിൽ വളരെ, അല്ലെങ്കിൽ പാല് പുറത്തേക്ക് വരുന്ന വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് വളരെ കോമൺ ആണ് ഈ മുകളിലോട്ട് ഛർദ്ദിൽ വരുന്നതെന്ന് വെച്ചാൽ. ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും നോർമലായിട്ടൊരു കുട്ടിക്ക് വരാം. പക്ഷേ ചില കുട്ടികൾക്ക് അത് ഒത്തിരി അളവിൽ കൂടുതൽ വരികയാണെങ്കിൽ അവർക്ക് ചിലപ്പം റെസ്പിറേറ്ററി ബ്രീത്തിങ് പ്രോബ്ലം വരാം. ചില കുട്ടികൾക്ക് വെയിറ്റ് കൂടാതിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം, അതിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. ഈ ചെറിയ കുട്ടികളെ ഫീഡ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ആവശ്യത്തിന് പാല് ലഭിച്ചു എന്ന് എങ്ങനെയാണ് അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഫസ്റ്റ് ബേബി ആകുമ്പോൾ എപ്പോഴും അവർക്ക് പേടിയാണ്, ഈ കുട്ടിക്ക് മതിയായോ, ഈ കുട്ടി വീണ്ടും ഫീഡ് ചെയ്ത് നിർത്തിയപ്പോൾ വീണ്ടും കരയുന്നു, അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണോ കരയുന്നത്, ഇതിന് വയറ് നിറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ആവശ്യത്തിന് പാല് വരുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? വളരെ കോമൺ ആണ് അമ്മമാർക്ക്, പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടിയാണെങ്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്,
വരുന്നത്. അപ്പോൾ അവർക്ക് നല്ലോണം കുട്ടി കുടിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നല്ലോണം പാല് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ അമ്മമാർക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യമായിട്ടും ബേബി കുടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ശബ്ദം കേൾക്കാൻ പറ്റും, കുടിക്കുന്ന ശബ്ദം. പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ബേബി ഒരു 2-3 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ, ദിവസം ഒരു 6 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ, മൂത്രത്തിന് കളറ് ലൈറ്റ് കളറാണെങ്കിൽ, ഡാർക്ക് കളർ മൂത്രമാണെങ്കിൽ ഡീഹൈഡ്രേഷനാണ്, ലൈറ്റ് കളറാണെങ്കിൽ, ബേബിയുടെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ, വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുന്നത് ബേബിക്ക് സഫീഷ്യൻ്റായിട്ട് മിൽക്ക് കിട്ടുന്നുണ്ടെന്നാണ്. ഇനി ബേബിക്ക് മൂത്രം കുറവാണ്, ദിവസം ഒരു 6 താഴെയാണ് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ, മൂത്രത്തിന് ഡാർക്ക് കളറാണ്, പിന്നെ അമ്മമാർ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ബേബി 1/2 മണിക്കൂർ 1 മണിക്കൂർ കരയുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പാല് ആയിരിക്കാം. പക്ഷേ അത് നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത്, വേറെ കാരണം പല കാരണങ്ങൾ കൊണ്ട് ബേബി കരയാം. ചിലപ്പോൾ അടച്ചിട്ട് ആയിരിക്കാം, മൂക്കടഞ്ഞാൽ ബേബിക്ക് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സലൈൻ ഡ്രോപ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേബിക്ക് പാൽ കൊടുക്കുമ്പോൾ ബേബി നല്ലോണം കുടിച്ചോളും. നേരത്തെ കുട്ടിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഫീഡ് ചെയ്താൽ മതിയാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്, നമ്മൾ കേരളം പോലൊരു അറ്റ്മോസ്ഫിയർ വളരെ ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ കൂടുതലും ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ തന്നെ പല പേരൻസും കേൾക്കേണ്ടി കുട്ടിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുമോ, ഈ മുലപ്പാലിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം ഈ കുട്ടിക്ക് കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഈ മുലപ്പാലിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഈ കുട്ടിക്ക് ലഭിക്കുമോ എന്നുള്ളത്. മുലപ്പാലിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കും, ഇപ്പം മുലപ്പാൽ നല്ലോണം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് മദർ എപ്പോഴും, കുട്ടിയുടെ അമ്മ എപ്പോഴും നല്ലോണം വെള്ളം കുടിക്കുക. കാരണം സ്വയം ശരീരത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ, അമ്മയുടെ ശരീരത്തിൽ വെള്ളം കുറവുണ്ടെങ്കിൽ കുട്ടിക്ക് എങ്ങനെ വെള്ളം കൊടുക്കും? അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ള, അപ്പോൾ എപ്പോഴൊക്കെ ദാഹം തോന്നുമോ അപ്പോഴൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു ദിവസം ചൂടനുസരിച്ച് 20 ഗ്ലാസ് വരെ കുടിക്കാം അമ്മമാർ. ഇനി അഥവാ കുട്ടിക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ അതിൻ്റേതായ ലക്ഷണം കാണാൻ തുടങ്ങും, മൂത്രം കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം, വളരെ റെയറായിട്ടേ അങ്ങനെ ആവശ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഫോർമുല ഫീഡ്, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനേക്കാളും നല്ലത് ഫോർമുല ഫീഡ് കൊടുക്കേണ്ടി വരും. തീർച്ചയായും കൂടുതൽ ആൾക്കാരും വീട്ടിൽ 2 പേർക്കും ജോലി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കുട്ടി നോർമൽ ഡെലിവറിക്കാണെങ്കിൽ 2-3 ഒക്കെ മാസമാകുമ്പോൾ അമ്മമാർ ജോലിക്ക് പോവേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ ഒക്കെ സക്ക് ചെയ്ത് മുലപ്പാൽ പുറത്തെടുത്ത് നമുക്ക് സൂക്ഷിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരം ഡിവൈസുകൾ വാങ്ങിച്ച് നമ്മൾ മുലപ്പാലെടുത്ത് കുട്ടിക്ക് കൊടുക്കുന്നതിന് തെറ്റുണ്ടോ? ഇത്തരം മുലപ്പാൽ നമ്മൾ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമോ അതോ കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അത് ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ? മുലപ്പാൽ മാനുവലായിട്ട് കൈ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പമ്പുണ്ട്, മാനുവൽ പമ്പുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പമ്പുണ്ട്. ഇലക്ട്രിക്കൽ പമ്പ് കുറേ കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റീൽ പാത്രത്തിൽ, സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റീൽ പാത്രം, അതായത് തിളച്ച വെള്ളത്തിൽ ആദ്യം സോപ്പ് വെള്ളം വെച്ച് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനത്തെ പാത്രത്തിൽ പാല് എടുത്തിട്ട്, ഓരോ പ്രാവശ്യവും എടുക്കുമ്പോൾ വേറെ വേറെ പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. എടുത്തിട്ട് നമുക്ക് അമ്മയ്ക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച പാല് 24 മണിക്കൂറിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അമ്മ പുറത്ത് പോയി വർക്ക് ചെയ്താലും ഈ പാല് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിനടുത്ത് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്രിഡ്ജിനടുത്ത് കുറച്ച് നേരം റൂമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കുറച്ച് ആവും, അതിൻ്റെ റൂം ടെമ്പറേച്ചറിനടുത്ത് വരും, അപ്പോൾ കൊടുക്കുക ബേബിയെ. അതുപോലെ തന്നെ ഈ നമുക്കറിയാം പലതരം ഫീഡുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പാല് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും? ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ചില കമ്പനീസ് ഉണ്ട്, അതെനിക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് എത്ര നാൾ വരെ നമുക്ക് കുട്ടിക്ക് വേറെ ഒരു, ഇപ്പോൾ അമ്മ തന്നെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് സക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാം. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് എത്ര നാൾ വരെ നമുക്ക് വേറെ ഒരു ഭക്ഷണവും ഇല്ലാതെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാം? കുട്ടിക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് വേറെ വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കാതെ, തേനൊന്നും കൊടുക്കാതെ കൊടുക്കേണ്ടത്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ടത് 6 മാസം വരെയാണ്. 6 മാസം കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ച് ഫുഡ്, സെമി സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അമ്മയ്ക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം.
ചില ആൾക്കാർ 5 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഫീഡിങ് മാത്രമല്ല, കുട്ടിക്ക് അമ്മയുടെ ടച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്രിഡ്ജ് വെച്ച് പോയാലും കുട്ടി ചിലപ്പം ടച്ചില്ലാതെ കരയാൻ സാധ്യതയുണ്ട്, മനസ്സിലായി, ഒറ്റയ്ക്കായിട്ട്. തീർച്ചയായിട്ടും സാർ. അതുപോലെ തന്നെ ഈ നമുക്ക് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാരുണ്ട്, ഇപ്പോൾ രാത്രി കിടന്നിട്ട് പാല് കൊടുത്തതിന് ശേഷം അത് ശ്വാസകോശത്തിൽ പോയി ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി, അപ്പോൾ എത്ര ഇടവേളയിൽ ഒരു ന്യൂ ബോൺ എത്ര ഇടവേളയിൽ ഫീഡ് ചെയ്യണം? രാത്രി ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും? ഒരു ന്യൂ ബോണിന് തുടക്കത്തിൽ എല്ലാ 2 മണിക്കൂറും 3 മണിക്കൂറും വെച്ച് ഫീഡ് ചെയ്യാം. പക്ഷേ കൃത്യം സമയം വെച്ചാൽ അമ്മ സ്ട്രെസ് ഔട്ടാവും. അമ്മയുടെ സ്ട്രെസ്സ് കൂടിയാൽ പാല് കുറയും. അപ്പോൾ ഒരു 2 to 3 hours എന്ന് നമുക്ക് പറയാം. പിന്നീട് കുട്ടിയുടെ വയറ് നിറയുമ്പം കൂടുതൽ വോളിയം കുട്ടി കുടിക്കാൻ പറ്റും. എവറി 3 hours കൊടുക്കാൻ പറ്റും. രാത്രിയിൽ ഒരു 4-5 തവണയെങ്കിലും പാല് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം കൂടുതൽ പാലുണ്ടാവും. രാത്രി കൊടുത്താലേ അമ്മയ്ക്ക് കൂടുതൽ പാലുണ്ടാകത്തുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ന്യൂ ബോൺ കെയറിനെ കുറിച്ചും കുട്ടിക്ക് എങ്ങനെ പാല് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.